ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. മുമ്പ് ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ഭവിഷ്യവാണി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭാവിയിൽ ഇന്ന ആൾ പോലെ ആകും, നിങ്ങൾ ഭാവിയിൽ ഇതേപോലെ ഉയരും, അങ്ങനെ എന്തെങ്കിലും ഒരു ഭവിഷ്യവാണി നിങ്ങൾ മുമ്പ് ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാകാൻ പോകുകയാണ്. അതായത് പഴയ ഒരു ഭവിഷ്യവാണിയാണ് ഇവിടെ സത്യമാകാൻ പോകുന്നത്. അതായത് മുമ്പ് ആരോ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ ഒരു ഭവിഷ്യവാണി. അപ്പോൾ നമുക്ക് അത് നോക്കാം എന്താണെന്ന്. ഇവിടെ നിങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാം നല്ലതായിട്ടാണ് നടക്കുന്നത്, നിങ്ങളുടെ ഗ്രഹനില നല്ലതാണ്, നിങ്ങളുടെ ഭാവിയിൽ ഇങ്ങനെ നടക്കും, അതായത് നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിലാകട്ടെ ആ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ ഇവർ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഗ്രഹനില നല്ലതാണ്, നിങ്ങളുടെ ആ ഒരു ഗ്രഹനില നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല യോഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ലൈഫിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഗ്രഹനില നോക്കിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി പൈസ സമ്പാദിക്കും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പൈസ ഉണ്ട്, പക്ഷേ അത് ചിലവാക്കാൻ പറ്റാത്ത അവസ്ഥ ചില ആൾക്കാർക്കാകട്ടെ പൈസ ഇല്ലാത്ത അവസ്ഥ. പിന്നെ ബന്ധങ്ങൾ നല്ലതായിട്ട് പോകും എന്ന് പറഞ്ഞെടുത്ത് ബന്ധങ്ങൾ വളരെ മോശം അവസ്ഥയിലാണ് നിങ്ങളുടെ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റിലും സന്തോഷമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ. നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് ചിലപ്പോൾ പണം എല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് ചിലവാക്കാൻ പറ്റാത്ത അവസ്ഥ. ഇല്ല എങ്കിൽ നിങ്ങൾ പണക്കാരായിട്ടും നിങ്ങൾ ദരിദ്രരായി ജീവിക്കേണ്ട അവസ്ഥ. അങ്ങനെ എന്തൊക്കെയോ ചില അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഗ്രഹനില നോക്കുമ്പോൾ എല്ലാ യോഗങ്ങളും എല്ലാം നല്ലതായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഗ്രഹനില പല ജ്യോത്സ്യന്മാരെയും കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിടത്തും നിങ്ങൾക്ക് തൃപ്തി ലഭിക്കുന്നില്ല. അതായത് അവർ പറയും പോലെ പ്രാവർത്തികമാകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും. നിങ്ങൾ പല പ്രാവശ്യവും ഓരോ ഉപായങ്ങൾ ചെയ്യുന്നു, പക്ഷേ ആ ഒരു ഉപായങ്ങളൊന്നും പ്രാവർത്തികമാകുന്നില്ല. ഇവിടെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഭാഗ്യവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ വളരെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് പ്രസിദ്ധിയും പേരും എല്ലാം ലഭിക്കുന്നതാണ്. ഇവിടെ ആരാണോ നിങ്ങളെ നിന്ദിക്കുന്നത് അവർ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസിദ്ധി പറയുന്നതായിട്ട്, പ്രശംസ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നല്ലതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സൈനാണ്. നിങ്ങൾക്ക് ക്രൗൺ കാണാൻ സാധിക്കും, സ്വപ്നത്തിൽ ക്രൗൺ കാണാൻ സാധിക്കും. ആ സ്വപ്നത്തിൽ ആരോ നിങ്ങളെ ക്രൗൺ ധരിപ്പിക്കുന്നതായിട്ട്, ഇല്ല എങ്കിൽ വീഡിയോ ത്രൂ അല്ലെങ്കിൽ ഇമേജ് ത്രൂ നിങ്ങൾക്ക് എപ്പോഴും ക്രൗൺ കാണാൻ സാധിക്കും. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്തു നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്. അതായത് ഈ സമയം തൊട്ട് ആ സമയം വരെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന്. അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇനി അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന്, അതേപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത്. അതായത് അന്ന് ആ ഒരു മനുഷ്യൻ, ആ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ആ ഒരു ജ്യോത്സ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ സംഭവിച്ചു. ചില സമയം ചില ജ്യോത്സ്യർ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സമയം നിങ്ങളെ ആരും സഹായിക്കാൻ ഉണ്ടാവത്തില്ല, അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ സഹായിക്കുന്ന ഒരവസ്ഥ വരും എന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെയും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ആരും സഹായിക്കാൻ നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാവത്തില്ല. നിങ്ങൾക്കൊരു അടി കിട്ടിയതുപോലെയാണ് അപ്പോൾ തോന്നിയത്. ആരും സഹായിക്കാൻ ഇല്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നു. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ സമയം തൊട്ട് ആ സമയം വരെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ആ ഒരു സമയം നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവത്തില്ല എന്ന് ഏതോ ഒരു ജ്യോത്സ്യൻ നിങ്ങളോട് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ദുഃഖത്തിലായിരിക്കും, പക്ഷെ നിങ്ങളെ കൂടെ നിൽക്കാൻ അപ്പോൾ ആരും തന്നെ ഉണ്ടാവത്തില്ല. ഈ കാര്യം ആ ജ്യോതിഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം വിശ്വസിച്ചില്ല, കാരണം നിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ വേറെയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാവത്തില്ല എന്ന്. കാരണം ഇങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുന്ന അവസ്ഥ എനിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്നാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തി, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു നിങ്ങളാണ് തെറ്റുകാർ എന്ന്. ഈ ഒരു കാര്യം സംഭവിച്ചത് കഴിഞ്ഞുപോയ 7-8 വർഷത്തിന് മുന്നേ ആണ്. 10 വർഷം പോലും ആയിട്ടില്ല. 7-8 വർഷത്തിന് മുന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്.
പക്ഷേ ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞാലും നിങ്ങൾ സെൻട്രൽ വരും. എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുകയും എല്ലാം ചെയ്യും. ഇങ്ങനെ ഒരു ഭവിഷ്യവാണി ആരോ നിങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മേൽ എത്ര തന്നെ ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. വഴക്കിടാൻ പോവണ്ട. സമയം അതിനുള്ള മറുപടി കൊടുക്കുന്നതാണ് അവർക്കൊക്കെ. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ ആരോപണങ്ങളും നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവം മാറ്റുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ദുഃഖമെന്ന് പറയുന്നത് വളരെ സ്പഷ്ടമായിട്ടുള്ള ദുഃഖമാണ്. നിങ്ങൾ ശുദ്ധ മനസ്സിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും നേർക്ക് നേരെ സംസാരിക്കും. അല്ലാതെ ഒളിച്ചു വച്ച് പിന്നെ മറ്റൊരാളോട് പറഞ്ഞ് അങ്ങനെ ചെയ്യത്തില്ല. ഓപ്പോസിറ്റുള്ള വ്യക്തികൾ നിങ്ങൾ പറയുന്നത് അതേ രീതിയിൽ മനസ്സിലാക്കുകയില്ല. അവർ അവരുടെ രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ട് ആർക്കും റിപ്ലൈ കൊടുക്കാൻ പോകണ്ട. സമയം അവർക്ക് റിപ്ലൈ കൊടുക്കുന്നതാണ്. നിങ്ങൾ കൂടുതലായിട്ട് സ്റ്റേറ്റ് ഫോർവേഡ് ആവേണ്ട ആവശ്യമില്ല. കുറച്ച് നിങ്ങളുടെ ആ ഒരു സമയത്തിൽ കൂടെ നിങ്ങൾ വിശ്വസിക്കൂ. ഇവിടെ നിങ്ങൾ സ്റ്റേറ്റ് ഫോർവേഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശത്രുക്കൾ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ സത്യം പറയുന്നു, പക്ഷേ സത്യം കേൾക്കാൻ ആൾക്കാർക്ക് സമയമില്ല. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് അവരോട് സത്യം പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടായാലും നിങ്ങളുടെ അടുത്തുള്ളവരോടായാലും അവിടെ മാത്രം സംസാരിക്കുക. അല്ലാതെ ബാലൻസ് ഇല്ലാത്തടത്ത് നിങ്ങൾ സംസാരിക്കാൻ പോവരുത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ വ്യക്തിയോട് സംസാരിച്ചാൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ എല്ലാം നല്ല ബാലൻസ് ആയിട്ട് പോകുന്ന വ്യക്തിയാണ്. അല്ലാതെ ഇൻബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾക്കുള്ളതായിട്ട് നമ്മളുടെ എനർജി ആവശ്യമില്ലാതെ നിങ്ങൾ സത്യം പറഞ്ഞ് അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ എത്ര നിങ്ങൾ സത്യം പറഞ്ഞാലും അവർ നിങ്ങൾ തെറ്റുകാരെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാതെ അവരോട് നിങ്ങളുടെ ഭാഗം കൂടുതലായിട്ട് പറയാൻ പോകണ്ട നിങ്ങൾ. കാരണം ഇപ്പോഴത്തെ ആ ഒരു ലോകത്ത് ഒരു വ്യക്തി തൻ്റെ ആ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഒപ്പീനിയനിൽ ഇങ്ങനെ എന്താ പറയുക ഉറച്ചു നിൽക്കുന്നത് ഇന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയുള്ള സ്വഭാവമുള്ളൂ. നിങ്ങൾക്കും അങ്ങനൊരു സ്വഭാവമുണ്ട്. ഇവിടെ ഒരു വ്യക്തി സത്യം പറയുമ്പോൾ മറ്റൊരു വ്യക്തി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വ്യക്തി വീണ്ടും വീണ്ടും കള്ളം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിട്ടുകൊടുക്കുക. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നിങ്ങളുടെ ഭാഗം പറഞ്ഞല്ലോ. അവരത് സത്യമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പോകണ്ട. ഈശോനെല്ലാം കാണുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ സമയം വളരെ നല്ലതായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ. അതായത് ഒരു പൂ വിരിഞ്ഞ് വരത്തില്ല, അതേപോലെ ഇവിടെ നിങ്ങൾ ഇത്രത്തോളം നല്ല ഒരു റെക്കോർഡുമായിട്ടാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റെക്കോർഡ് തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ചിന്താഗതിയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു അറിവോ അത് മറ്റുള്ളവർക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല. അവർ നിങ്ങളുടെ ആ ഒരു റെക്കോർഡ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ എന്തോ ഒരു ക്രിയേറ്റിവിറ്റി, എന്തോ ഒരു അറിവ്, എന്തോ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ അത്രത്തോളം ത്യാഗവും സമർപ്പണ ഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളെപ്പോലെ മറ്റൊരാൾക്കും സാധിക്കത്തില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു സാഹസം മറ്റൊരു വ്യക്തിക്കും ഉണ്ടാവത്തില്ല. അതെപ്പോഴും നിങ്ങളുടെ അടുത്തുള്ളവരും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾക്ക് ഉള്ള ആ ഒരു സാഹസികത അവർക്കൊന്നും ആ ഒരു സമയം ഉണ്ടാവത്തില്ല. അവരിങ്ങനെ ചിന്തിക്കും, ദൈവമേ എങ്ങനെ ഇവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സാഹസികത വന്നു എന്ന് അവർ എപ്പോഴും ചിന്തിക്കും. എന്നാൽ നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത്. അതായത് നിങ്ങൾ വളരെ എന്താ പറയുക, ഒരു കള്ളവും ഒന്നും തന്നെ ഇല്ലാത്ത സ്ട്രേറ്റ് ഫോർവേഡായത് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് നിങ്ങളെക്കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, നിങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്നാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു മോശം സാഹചര്യങ്ങൾ അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സാഹസികത വരുന്നത്. നിങ്ങൾ അപ്പോൾ എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവമേ ഇത് എൻ്റെ ഊർജ്ജമാണോ അതോ വേറെ ഏതെങ്കിലും ആത്മാവ് എൻ്റെ ദേഹത്ത് കയറിയതാണോ? ആ സമയം എവിടുന്നോ നിങ്ങൾക്ക് ഒരു ശക്തി വരും. ആ ഒരു ശക്തി നിങ്ങളെ ആ ഒരു സാഹചര്യത്തിൽ പൊരുതാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവിൽ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങൾ ചെയ്യാതിരുന്നാൽ ഒന്നും ചെയ്യാതിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും.
ഇവിടെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ആ ഒരു ജോലിയിലായിരിക്കും. നിങ്ങൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതോ എല്ലാം മറക്കും. നിങ്ങൾ ആ ജോലി ചെയ്തിട്ടേ പിന്നെ എന്തെങ്കിലും കഴിക്കുക പോലും ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നത് വളരെ വലുതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെ പ്യുവർ ആയിട്ടുള്ള സോളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നതും അതിനെ നേരിടാനുള്ള ക്ഷമതയും സ്വന്തമായിട്ട് ഉണ്ടാവുന്നതും. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിലുമുള്ളവരും നിങ്ങളുടെ വീട്ടിലുള്ളവരും എപ്പോഴും നോട്ടീസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബ്ലെസ്സിങ് എന്താണോ അത് മറ്റുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഹീലിംഗ് ക്വാളിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ ഡൗൺ ആയാൽ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ ഹീലാക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക്. ഇനി നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ദുഃഖമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഹീലാക്കാനുള്ള ആ ഒരു ക്വാളിറ്റിയും നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു അറിഞ്ഞൂടാത്തൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ നിങ്ങളോട് കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവർ അവരുടെ എല്ലാ വിഷമങ്ങളും നിങ്ങളോട് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളോട് പറയുമ്പോൾ അവർക്കൊരു ഹീലിംഗ് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് പലപ്പോഴും തോന്നിയിട്ടില്ലേ? ഒരു അറിഞ്ഞൂടാത്ത വ്യക്തി പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാ വിഷമങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഏത് ദുഃഖത്തിലുള്ള വ്യക്തിയായാലും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു ദുഃഖങ്ങളെല്ലാം മാറുന്നു, അവർക്ക് സന്തോഷം ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹീലിംഗ് ക്വാളിറ്റിയും കൂടെ നിങ്ങൾക്ക് ഉണ്ട്, മറ്റുള്ളവരെ ഹീലാക്കാനുള്ള. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റ് തോന്നും. ഇതുവരെയും ആരോടും ഇല്ലാത്ത ആ ഒരു ട്രസ്റ്റ് ഒരു ദിവസം ഒറ്റ നിമിഷം നിങ്ങളെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയെങ്കിൽ അപ്പോൾ അത്രമാത്രം ഹീലിംഗ് ക്വാളിറ്റി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ആ ഒരു ഓറ അങ്ങനത്തെ ഓറയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവിത്രത, ആ ഒരു സത്യസന്ധത, ഇതെല്ലാം ഓപ്പോസിറ്റ് വ്യക്തിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ അവരുടെ വിഷമങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഊർജമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ വിഷമങ്ങൾ മാറ്റാനും ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. ഇവിടെ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇപ്പോൾ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടാണ്, അവരുടെ വർക്കൊന്നും കിട്ടുന്നില്ല, അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ഊർജം അവരുടെ മേൽ പ്രവർത്തിച്ച് അവർക്ക് എന്താണോ തടസ്സമായിട്ടിരിക്കുന്നത് ആ തടസ്സം മാറ്റി അവർക്ക് എന്തെങ്കിലും നല്ലത് കൊണ്ടുവരും. അങ്ങനെയും നിങ്ങളുടെ ആ ഒരു ഊർജ്ജം പ്രവർത്തിക്കുന്നു. പക്ഷേ ചില ആൾക്കാർ നിങ്ങളുടെ ഈ ഒരു എനർജിയെ മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ നല്ലതുപോലെ പെരുമാറും, പക്ഷെ ഉള്ളിൽ അവർ നിങ്ങളോട് ദേഷ്യം വച്ചിട്ടാണ് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി വരുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ ആരും ഉണ്ടാവത്തില്ലായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തുമ്പോൾ കുറേ ആൾക്കാർ അവിടെ വരുന്നതായിട്ട് സാധനം വാങ്ങിക്കാൻ. അതും നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഊർജ്ജം, നിങ്ങളുടെ ആ ഒരു ഓറയുടെ ആ ഒരു പവറാണ്. ഇവിടെ നിങ്ങൾ പുറത്തു പോയാലും മിക്ക ആൾക്കാരുടെയും കണ്ണുകൾ നിങ്ങളിൽ എത്തിപ്പെടും. അതായത് അവർക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നും. അത് കാരണം അവർ നിങ്ങളെ നോക്കും. ഇങ്ങനെയും നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. ഇത് എല്ലാവരുടെ കൂടെയും സംഭവിക്കുന്ന കാര്യമല്ല, വളരെ കുറച്ച് മാത്രം ആൾക്കാരുടെ കൂടെ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾ ആരുടെയും മുഖത്ത് നോക്കിയില്ല എങ്കിൽ പോലും മറ്റുള്ളവർ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹീലിങ്ങിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു ദുഃഖം മനസ്സിലാക്കുന്നു. ഈ ഒരു കാര്യവും ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം, നിങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഇൻകം വളരെയധികം നല്ലതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വളരെയധികം ധാർമ്മികരായിട്ടുള്ള വ്യക്തിയായിരിക്കും. ധാർമ്മികത എന്ന് പറയുമ്പോൾ പൂജകൾ ചെയ്യുക അങ്ങനെയല്ല. അതായത് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക, അങ്ങനെയുള്ള. ഇനി ആരെങ്കിലും നിങ്ങളുടെ മേൽ എന്തെങ്കിലും തന്ത്രമന്ത്രം ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസയും കൂടാതെ തന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. അതായത് ആരെങ്കിലും ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ തന്ത്രമന്ത്രം, ബ്ലാക്ക് മാജിക് ഇതെല്ലാം മാറിപ്പോകുന്നതാണ് എന്ന്. നിങ്ങൾ പക്ഷേ ഇതൊന്നും അറിയാതെ വീണ്ടും വീണ്ടും ഉപായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ഒരു ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി.
പക്ഷെ പെട്ടെന്ന് നിങ്ങൾ ഇന്ന പോലെ ഒരു സ്ഥലത്ത് പോയി ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ എന്തെങ്കിലും ഒരു ഉപായം നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, എനിക്കിത് ചെയ്താൽ എൻ്റെ ലൈഫിൽ നിന്ന് തന്ത്രമന്ത്രം, ബ്ലാക്ക് മാജിക് ഇതെല്ലാം പോകുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു തോട്ട്സ് ഉണ്ടാവുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പൈസയുടെയും പോലും ഉപയോഗമില്ലാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്ത്രമന്ത്രം, ബ്ലാക്ക് മാജിക് ഇതെല്ലാം മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇതെല്ലാം എനർജിയുടെ ഒരു കളിയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാലുകൾ ഇതെല്ലാം ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു തന്ത്രമന്ത്രത്തിലൂടെ. നിങ്ങളുടെ എന്താ പറയുക, കഴുത്ത് പോലും ബന്ധിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില സമയം നിങ്ങൾക്ക് പോലും ഇങ്ങനെ ഫീലായിട്ടുണ്ട്, നിങ്ങളുടെ ബുദ്ധി പോലും ആരോ നിയന്ത്രിക്കുന്നതായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ സാധിക്കാതെ ഓപ്പോസിറ്റ് ആരാണോ ഡയറക്ഷൻ തരുന്ന അവരുടെ പാവയെ പോലെ ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി, അതായിട്ട് ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു വീട്ടിൽ ഒരു റൂമിൽ അടച്ച് ഇരിക്കേണ്ട അവസ്ഥ, അതായത് നിങ്ങളാരോ ബന്ധിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പുറത്ത് പോകാൻ സാധിക്കാത്ത രീതിയിൽ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥ. ഇതെല്ലാം നെഗറ്റിവിറ്റിയുടെ ആ ഒരു കളിയാണ്. ഇതെല്ലാം തന്ത്രവിദ്യയുടെ ആ ഒരു കളിയും കൂടെയായിരുന്നു. നിങ്ങൾക്കിഷ്ടം എങ്ങനെയെന്ന് വെച്ചാൽ പുറത്ത് കറങ്ങാൻ പോവുക, ആൾക്കാരുമായിട്ട് സംസാരിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾക്കിഷ്ടം. ഇനി നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു തിളക്കം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് മുന്നേ നിങ്ങൾക്ക് ഒട്ടും തന്നെ നിങ്ങൾ സൗന്ദര്യം നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്ന്, പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ മുഖത്തൊരു ഗ്ലോ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് എവിടെയും ഒരു കുഴപ്പവും കൂടാതെ പോവാൻ പറ്റും. കാരണം ഇത്രയും നാൾ ആരോ നിങ്ങളെ ബന്ധിച്ച് വച്ചിരിക്കുന്നതായിട്ടൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഫീലായത്. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും തന്നെ കഴിച്ചിട്ട് നിങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നില്ല, അങ്ങനെയൊക്കെ സ്ഥിതിയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരം ഇനി വണ്ണം വയ്ക്കുന്നതാണ്. നിങ്ങളുടെ ഗ്രോത്ത് മുന്നേ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ഇവിടെ മുന്നത്തെ പോലെ അല്ല ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി. അതായത് നെഗറ്റിവിറ്റി മുന്നേ ആണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ചുറ്റിപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പതുക്കെ പതുക്കെ പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് ആ ഒരു ഗ്ലോയും തിളക്കവും എല്ലാം വന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ല ഒരു കാര്യം നടക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഒരു ടവർ മൂമെൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടവർ മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുമുണ്ട്. നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ആ ഒരു ടവർ മൂമെൻറ്റിൽ. കാരണം അങ്ങനെ ഒരു ടവർ മൂമെൻറ്റ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ടവർ മൂമെൻറ്റ് വന്നത്. അതിനുശേഷമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനം ഉണ്ടായത്. നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ മോഡിൽ വന്നു. കൂടാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഉള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആണെങ്കിലും വരാൻ തുടങ്ങി. അപ്പോൾ ലൈഫിൽ എന്ത് മോശം സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല സാഹചര്യങ്ങൾ ഉറപ്പായിട്ടും ദൈവം തരുന്നതാണ്. അത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അതാണ് എപ്പോഴും ഞാൻ പറയുന്നത്, ഇതും കടന്നു പോകുമെന്ന്. നമ്മൾ എത്ര ദുഃഖമുണ്ടെങ്കിലും അത് കടന്നു പോവുക തന്നെ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ദുഃഖത്തിന് പകരം സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പോൾ ദുഃഖമാണെങ്കിൽ നാളെ അത് സുഖത്തിലേക്ക് മാറുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് വന്നത്. അതായത് രാവിലെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു 11 മണിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ തീരുമാനം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 2 മണിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അത് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് അന്നത്തെ ദിവസം എടുക്കേണ്ടി വരുമെന്ന് പോലും നിങ്ങൾ വിചാരിച്ചില്ല. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി. ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ അത്രമാത്രം വിഷമമാണ് നിങ്ങൾക്ക് ഉണ്ടായത്. കാരണം നിങ്ങൾ ഒട്ടും തന്നെ വിചാരിച്ചില്ല ഇങ്ങനൊരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ബ്ലാക്ക് മാജിക് പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ നല്ല കാര്യം നടക്കാൻ പോകുകയാണ്. അതിന് മുന്നേ ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണമെന്നുണ്ടായത് അത് ദൈവനിശ്ചയമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം അതിപ്പോഴാണ് തുടങ്ങിയത്. അത് ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു പ്രീഷ്യസ് ടൈമാണ്.
ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ക്ലോക്ക് നിന്ന് ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അതിനെ നേരെയാക്കുക. കാരണം നിങ്ങളുടെ സമയം മോശമാകുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിലെ ക്ലോക്കുകൾ നിൽക്കാൻ തുടങ്ങുന്നത്. അത് നിങ്ങൾ നേരെയാക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ മുന്നോട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ പിറകിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങനൊരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു സമയം പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് ഞാൻ ക്ലോക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ വീട്ടിലെ വാച്ച് എപ്പോഴും മോശമാകുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് നിങ്ങളുടെ വീട്ടിൽ മോശമാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കൂടാതെ ചെരുപ്പുകൾ കൂടുതലായിട്ട് വാങ്ങിച്ച് വയ്ക്കുക, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഷോക്ക് ഉണ്ടായിരുന്നു. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു അതായത് സ്വഭാവത്തെ കൊണ്ടുപോയി. അതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലായത് നെഗറ്റീവ് സ്വഭാവമാണ്, ഇതിനെ മാറ്റണമെന്ന്. പിന്നെ പൈസ നിങ്ങൾ ആവശ്യമില്ലാതെ ചിലവാക്കിക്കൊണ്ടേയിരുന്നു. അതും നിങ്ങൾ പിന്നെയാണ് ശ്രദ്ധിച്ചത്. നിങ്ങൾക്ക് മുന്നേക്ക് ബ്ലാക്ക് ഓർ ബ്ലൂ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. നിങ്ങൾ കൂടുതലായിട്ടും ഇടാൻ ശ്രമിച്ചതും ഈ കളറായിരുന്നു. പിന്നെയാണ് അതിലൊരു മാറ്റം വന്നത്. പിന്നെ പടികളിൽ എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കുക, വീട്ടിലെ ഓരോ കോണിലും വസ്ത്രങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിടുക, ഇതൊക്കെ നിങ്ങളുടെ ഒരു സ്വഭാവത്തിലുണ്ടായിരുന്നു. എവിടെയാണോ നിങ്ങൾ റിയാക്റ്റ് ചെയ്യേണ്ടാത്തത് അവിടെ നിങ്ങൾ റിയാക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ ഹെൽപ്പ് ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ്. അതായത് തിരിച്ച് നിങ്ങൾക്ക് ഒരു ശല്യവും ചെയ്യാത്ത ആൾക്കാർ, അവർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഹെൽപ്പ് ഇനി കൂടുതലായിട്ട് പോകാൻ പോകുന്നത്. മുന്നേ നിങ്ങളുടെ ഹെൽപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ഹെൽപ്പ് ചെയ്താലും തിരിച്ച് അവർ നിങ്ങളെ ശല്യം ചെയ്യുകയായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ഇവിടെ ഈ ഒരു വ്യക്തി ഇവിടെ യഥാർത്ഥ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതാണ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നല്ലതായിട്ടുള്ള വ്യക്തി അല്ല എന്ന് ആരോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖത്തിന് കാരണമായ വ്യക്തിയാണ്. അപ്പോൾ ആ രണ്ട് വ്യക്തികൾ ആരാണെങ്കിലും അവരുടെ യഥാർത്ഥ മുഖംമൂടി നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ടാകും. അതായത് സ്വന്തം ആൾക്കാരുടെ മുന്നിൽ പോലും നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് കഴിയേണ്ട അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. ഇങ്ങനെയുള്ള സ്ഥിതികളിൽ നിങ്ങൾ ഐസൊലേഷനിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്വയം നിങ്ങളെ തന്നെ നിങ്ങൾ ആരുമില്ലാത്തവരായി സങ്കല്പിച്ച്, അതായത് എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തവരാണ് നിങ്ങളെന്ന് സങ്കല്പിക്കുന്നു നിങ്ങൾ. കൂടാതെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നിർത്തുന്നു. പുറത്തുള്ള ആൾക്കാർ, അതായത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അവരോട് സംസാരിക്കുന്നതും മതിയാക്കുന്നു. അതായത് ഐസൊലേഷനിൽ പോകുന്നു നിങ്ങൾ. ആരോടും ഒന്നും സംസാരിക്കണ്ട, എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലിൽ നിങ്ങൾ ഐസൊലേഷനിലേക്ക് പോകുന്നു. അതായത് സ്വന്തം കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടും. കൂടാതെ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോഴും എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകും, ഞാൻ ആരുമല്ല ഇവരുടെ അടുത്ത്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നു. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എത്രത്തോളം അടുത്ത ആൾക്കാരിൽ നിങ്ങൾക്ക് വിഷമം ലഭിച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾ ദൈവത്തിലോട്ട്, സ്പിരിച്വാലിറ്റിയിലേക്ക് അടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. പതുക്കെ നിങ്ങൾക്ക് ഏഞ്ചൽ സൈൻ എന്താണെന്ന് മനസ്സിലാകുന്നു, ഏഞ്ചൽ നമ്പർ എന്താണെന്ന് മനസ്സിലാകുന്നു. ഇവിടെ സൈൻ കണ്ടതിന് ശേഷം എത്രയും നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലായത്. ഇന്ന ഏഞ്ചൽ നമ്പർ ഇന്നതാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ താമസിച്ചാണ് അറിവ് ലഭിച്ചത്. പതുക്കെ നിങ്ങൾ ടാരോ റീഡിംഗ് കാണാൻ തുടങ്ങി. കൂടാതെ കുണ്ടലിനി ശക്തി എന്താണ്, നിങ്ങളുടെ കൈരേഖ എന്തൊക്കെ ഭാഗ്യമാണ് നിങ്ങൾക്ക് തരുന്നത്, അതെല്ലാം നിങ്ങൾ അറിയാൻ ശ്രമിച്ചു. അതായത് പെട്ടെന്ന് നിങ്ങൾ ഫോൺ എടുത്ത് ഓരോ നോക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സഡനായിട്ട് നിങ്ങളുടെ മുന്നിൽ ടാരോ റീഡിംഗ് വന്നത്. അങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി അത് ഇഷ്ടപ്പെട്ട് അതിന് ശേഷമായിരിക്കാം നിങ്ങൾ ടാരോ റീഡിങ്ങിലോട്ട് കൂടുതലായിട്ട് അടുത്തത്. ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല ടാരോ റീഡിംഗ് എന്താണെന്നും ഒന്നും. ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെയും തോട്ട്സ് വന്നിട്ടുണ്ട്, ടാരോ റീഡിംഗ് പഠിക്കാം, അല്ലെങ്കിൽ കുണ്ടലിനി ശക്തി എങ്ങനെ അവേക്കിങ് ചെയ്യുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ഹസ്തരേഖ എന്താണെന്ന് പഠിക്കാമെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രഷ്യസ് ടൈം, നിങ്ങളുടെ ആ ഒരു രാജയോഗം അത് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. 456 നമ്പർ കാണുക, അല്ലെങ്കിൽ ക്രമത്തിൽ നിങ്ങൾ നമ്പർ കാണുന്നുണ്ടാകാം.
ഇവിടെ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്, വലിയ രീതിയിലുള്ള ചേഞ്ചസ്. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഓവർ തിങ്കിങ് കുറച്ച് ചെയ്യുമോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. നിങ്ങൾ പ്ലീസ് ഒന്ന് നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സ് അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക. നിങ്ങൾ ഇവിടെ ഇലൂഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ മാറ്റുക. നിങ്ങൾ ഇത്ര സ്പിരിച്വൽ ആയിട്ട് പോലും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. ആദ്യം നിങ്ങൾ ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല എന്ന് ഒരു തീരുമാനം എടുക്കുക. അതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ വിക്ടിം കാർഡ് ആരോ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഉറപ്പായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യുന്നതാണ്. അതായത് സ്വയം അവർ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് തന്നു, നിങ്ങളത് അനുഭവിക്കുകയും ചെയ്തു. ഇവിടെ ഒരു വ്യക്തി അവരുടെ തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ മേൽ തെറ്റ് ആരോപിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥിതി എപ്പോഴായാലും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം ഇങ്ങനെ ഉള്ള വ്യക്തിയാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇവർ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ തെറ്റുകാരാണ് എന്നാണ്. പക്ഷേ ഉറപ്പായിട്ടും ഒരു ദിവസം ഇവരുടെ യഥാർത്ഥ മുഖംമൂടി പുറത്തു വരിക തന്നെ ചെയ്യുന്നതാണ്. ഈ വ്യക്തി ഒത്തിരി കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിലാകട്ടെ ഓരോ സമയാസമയം ഓരോ ബ്രേക്ക് ത്രൂ ഉണ്ടായി. അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ സഡനായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് ഹീലാവേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു വ്യക്തി നിങ്ങളെ അത്രമാത്രമാണ് ദ്രോഹിച്ചത്. ആ വ്യക്തിയുടെ ആ ഒരു ദ്രോഹം കാരണം നിങ്ങൾ ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത് ആ വ്യക്തിയിൽ മേൽ കുറച്ചൊരു ഡിസ്റ്റൻസ് നിങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ അത് നിങ്ങൾ കൺട്രോളിൽ വയ്ക്കുക. ഈ ഒരു വ്യക്തി എപ്പോഴും ഒരു അവസരം കാത്തിരിക്കുകയാണ് നിങ്ങളെ തകർക്കാൻ വേണ്ടിയും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക. ഇവരോട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. കാരണം ഈ ഒരു വ്യക്തി കാരണം ഒത്തിരി വേദന അനുഭവിച്ച ആളാണ് നിങ്ങൾ. അപ്പോൾ അതിലൊരു ഹീലിംഗ് നിങ്ങൾക്കിപ്പോൾ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വയ്ക്കാൻ. കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നല്ലതല്ല ചിന്തിക്കുന്നത്. നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ ആ ഒരു ചർച്ചാ വിഷയമാകുന്നു. ആൾക്കാർ ഒത്തിരി ഗോസിപ്പുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഗോസിപ്പ് എപ്പോഴും ആൾക്കാർ പറയുന്നു. നിങ്ങളുടെ വീട് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഗോസിപ്പ് ഉണ്ടാകുന്നു. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരും നിങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഗോസിപ്പ് പുറമേ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാകുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ ഉപദേശം തരാൻ ആൾക്കാർ ശ്രമിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നല്ലതേത് ചീത്ത ഏത് എന്ന് നല്ലതായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉപദേശം ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കത്തില്ല ഇനി അങ്ങോട്ട്. ആർക്കും ഭയങ്കരമായിട്ടുള്ള ദുഃഖവും ഭയങ്കരമായിട്ടുള്ള പശ്ചാത്താപവും ഉണ്ടാവുന്നതാണ്. ഏതൊരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് കരയുന്നു ആ വ്യക്തി. കാരണം നിങ്ങളെ നഷ്ടമായ പോയല്ലോ എന്നാലോചിച്ച്. അതായത് നിങ്ങളുടെ ചെറിയ ചെറിയ വാക്കുകൾ പോലും ഏതോ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് വിഷമം കൊടുക്കുന്നു. ആ വ്യക്തി മുന്നേ നിങ്ങൾക്ക് ഒരു വാല്യൂവും തന്നില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അവർ വാല്യൂ തരുന്നു. നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ആലോചിച്ച് അവർ പശ്ചാത്തപിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ എല്ലാം നേരെ ആകണമെന്നാണ് പഴയതുപോലെ. ഈ ഒരു വ്യക്തി ഫാമിലിയിലുള്ള ആളല്ല, പുറത്തുള്ള ആളാണ്. ഇവിടെ ഇങ്ങനെയുള്ള മിറാക്കിൾ സംഭവിക്കും. ഇമ്പോസിബിൾ കാര്യങ്ങളെ പോലും പോസിബിൾ ആക്കുന്ന രീതിയിലുള്ള മിറാക്കിൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് ലഭിക്കുന്നത്. കൂടാതെ വിഘ്നങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൈവം മാറ്റും. ഇനി ഏതെങ്കിലും വ്യക്തിയുടെ എനർജി നിങ്ങൾക്ക് ശരിയല്ലെങ്കിൽ അവർ സ്വയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. കൂടാതെ ഇങ്ങനെയുള്ള ആൾക്കാരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇനി നിങ്ങളുടെ കൂടെ ഒരു രീതിയിലുമുള്ള പക്ഷാഭേദം ഉണ്ടാവുകയില്ല. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് ഈശ്വരൻ്റെ ഇഷ്ടപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, ചെയ്യുക. നിങ്ങളുടെ കർമ്മം എപ്പോഴും നല്ലതായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.